ആ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതിലേക്ക് വീണ്ടും വീണ്ടും മിഴികൾ ഓടിക്കവേ ഗംഗാധരൻ പോറ്റി പോലീസുകാരുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. ഇതിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷ്മി വെറും ലക്ഷ്മിയല്ലല്ലോ, ലക്ഷ്മി പാർവതി എന്നാണല്ലോ പേര്. ആ നേരത്താണ് പുറത്ത് ഒരു കാർ വന്നു നിന്നത്. ആരാണെന്ന് നോക്കാനായി ശിവശങ്കരൻ നടക്കാൻ തുടങ്ങിയതും ACP വിശ്വനാഥ മേനോൻ അയാളെ തടഞ്ഞു. അത് ഇവിടേക്കുള്ള ആളാണ്, ഇങ്ങോട്ട് തന്നെ വന്നോളും. ആരാണ് വരുന്നത് എന്നറിയാൻ ഗംഗാധരൻ പോറ്റിയുടെ മിഴികൾ വാതിൽക്കലേക്ക് നീണ്ടു. അകത്തേക്ക് കയറി വന്നത് മറ്റാരുമായിരുന്നില്ല, ലക്ഷ്മിയുടെ ഭർത്താവ് ലക്ഷ്മണൻ പോറ്റിയായിരുന്നു. ലക്ഷ്മണൻ പോറ്റി ഇരിക്കൂ. ACP ഗംഗാധരൻ പോറ്റിയുടെ അടുത്തേക്ക് വിരൽ ചൂണ്ടി. അതോടെ ഇരിക്കൂ എന്ന അർത്ഥത്തിൽ ഗംഗാധരൻ പോറ്റി തൻ്റെ അരികിൽ സോഫയിൽ തട്ടി. ലക്ഷ്മണൻ പോറ്റി അയാൾക്കരികിൽ ഇരുന്നു. ഒരു മരണം നടന്ന വീട്ടിൽ നിന്നും താങ്കളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. ഞങ്ങൾക്ക് അവിടേക്ക് വരാമായിരുന്നിട്ടും ഞങ്ങൾ താങ്കളെ ഇങ്ങോട്ട് വരുത്തിയതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ACPയുടെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു. ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നിട്ടല്ലേ താങ്കൾ അവരെ വിവാഹം കഴിച്ചത്? പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ അകന്ന് ജീവിക്കാനുള്ള കാരണം? ലക്ഷ്മിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി ആനന്ദ് ഗംഗാധറാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? ലക്ഷ്മണൻ പോറ്റി കുറച്ചുനേരം മൗനമായിരുന്നു. അതിനുശേഷം തലയുയർത്തി പോലീസുകാരെ മുഴുവൻ നോക്കി. ആ മിഴികൾ ഒടുവിൽ മിത്രയുടെ അടുത്ത് കുറച്ചുനേരം തങ്ങി നിന്നു. ആദ്യം ഞങ്ങൾ വേർപിരിഞ്ഞ് ജീവിക്കാനുണ്ടായ സാഹചര്യം പറയാം, അതിനുശേഷം മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് പറയാം. ശരി, എങ്കിൽ പറയൂ. ഗംഗാധരൻ പോറ്റി സോഫയുടെ ഹെഡിലേക്ക് തലചായ്ച്ച് കണ്ണുകൾ അടച്ചിരുന്നു. ലക്ഷ്മണൻ പോറ്റി പറയുന്നത് കേൾക്കാനായി അദ്ദേഹം കാതുകൾ കൂർപ്പിച്ചു. ഞാൻ ലച്ചുവിനെ വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യം അമ്മാവൻ പറഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് കരുതുന്നു. തീർച്ചയായും, ബാക്കി പറയൂ. ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണം തോന്നുന്ന സമയം മുതൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ രൂപമായിരുന്നു ലക്ഷ്മി. ഞാൻ ആഗ്രഹിച്ചതും കൂടെ കൂട്ടാൻ മോഹിച്ചതും ലക്ഷ്മിയാണ്. അതിൽ അവളുടെ മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാവാം എന്ന് കരുതി അവളുടെ അല്ലാത്ത കാരണത്താൽ കളങ്കപ്പെട്ട അവളെ ആ ഒരു കാരണത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇങ്ങനെയൊരു കാരണം വന്നപ്പോൾ മാത്രം ഞാനെന്തേ അവളെ തേടിപ്പോയി എന്ന് നിങ്ങൾക്ക് തോന്നാം. അതിനൊരു ഉത്തരമേയുള്ളൂ. അവളെ ഞാൻ സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടതും എൻ്റെ ആത്മാവ് കൊണ്ടാണ്. ഞാൻ വിവാഹം കഴിച്ചാൽ അവൾക്കുണ്ടാകുന്നത് സങ്കടം മാത്രമാണെന്ന് തോന്നിയതിനാൽ എൻ്റെ ഇഷ്ടം ഞാൻ അവളെ അറിയിച്ചില്ല. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വിവാഹം കഴിച്ചാൽ അവൾക്ക് എന്ത് സങ്കടമാണ് വരാൻ പോകുന്നതെന്ന്. എനിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ സ്പേം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി നശിച്ചു പോയിരുന്നു. ആക്സിഡൻറ്റിന് ശേഷം ഡോക്ടർ വിധി എഴുതി എനിക്ക് ഈ ജന്മം കുട്ടികളുണ്ടാവില്ല എന്ന്. ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവളെ വിവാഹം കഴിക്കാമെന്ന ആഗ്രഹവുമായി ഞാൻ മുന്നോട്ട് വരാതിരുന്നത്. എന്നാൽ ലക്ഷ്മിക്കുണ്ടായ ഈ അവസ്ഥയിൽ അവളെ ഇനി ആരും വിവാഹം കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവളോട് എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വിവാഹാലോചനയുമായി മുന്നോട്ട് പോയത്. അപ്പോഴാണ് അവളിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. സത്യത്തിൽ ആ വാർത്ത എനിക്ക് സന്തോഷമായിരുന്നു പകർന്നു തന്നത്. കാരണം എനിക്ക് ഈ ജന്മം കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെയെങ്കിൽ അവളുടെ കുഞ്ഞിനെ എൻ്റേതെന്ന് കരുതി വളർത്താൻ ഞാൻ തയ്യാറായിരുന്നു. എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ അവസ്ഥ അറിയാത്തതിനാൽ ലക്ഷ്മിയുടെ ഗർഭം അവരിൽ നിന്ന് ഒളിച്ചു വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ വളർത്താൻ എവിടെയെങ്കിലും കൊടുത്തിട്ട് 2 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ അവസ്ഥ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി ലക്ഷ്മിയുമായി പോയി ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാമെന്നും ആ കുഞ്ഞ് ലക്ഷ്മിയുടെ സ്വന്തം കുഞ്ഞാണെന്ന് ആരും അറിയില്ലെന്നും ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. ആ കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനോട് ലക്ഷ്മിക്ക് വെറുപ്പില്ലായിരുന്നു. മാസങ്ങൾ കടന്നു പോകവേ ലക്ഷ്മി തൻ്റെ കുഞ്ഞുമായി വല്ലാതെ അടുത്തു. ഡെലിവറിക്ക് ശേഷം അതിനെ പിരിയണമെന്നത് അവളെ സംബന്ധിച്ച് സ്വീകാര്യമായ കാര്യമായിരുന്നില്ല. കുഞ്ഞിനെ പിരിയുന്നത് താൽക്കാലികത്തേക്കാണെന്ന് പറഞ്ഞ് ഞാൻ അവളെ സമാധാനിപ്പിച്ചു. അങ്ങനെ മാസം തികഞ്ഞ് ലക്ഷ്മി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഡെലിവറി കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ പരിചയത്തിലുള്ള ഒരു അനാഥാലയത്തിൽ ഞാനും അമ്മാവനും കൂടി പോയി കുഞ്ഞിനെ ഏൽപ്പിച്ചു. കുഞ്ഞിനെ ആർക്കും നൽകരുതെന്ന് ഞങ്ങൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അധികം താമസിയാതെ ഞാനും ലക്ഷ്മിയുമായുള്ള വിവാഹം നടന്നു. ആരുമില്ലാത്ത ലക്ഷ്മിക്ക് വേണ്ടി അമ്മാവൻ ഒരു കാര്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 25% ലക്ഷ്മിയുടെ പേർക്ക് എഴുതി വെച്ചു. ലക്ഷ്മിയുടെ കാലശേഷം അത് ലക്ഷ്മിയുടെ മകളിലേക്ക് എത്തുമെന്നും അദ്ദേഹം ആ മുദ്രപത്രത്തിൽ എഴുതി വച്ചിരുന്നു. 2 വർഷം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. അതിനിടയിൽ എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന സത്യം ഞാൻ വീട്ടുകാരെ ധരിപ്പിച്ചു. അവരുടെ തന്നെ സമ്മതപ്രകാരം ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ടു എന്ന് തന്നെ പറയാം. മകളെ തിരികെ കിട്ടുന്നതിൻ്റെ സന്തോഷം ചില്ലറയായിരുന്നില്ല ലക്ഷ്മിക്ക്. എന്നാൽ ആ സന്തോഷത്തിന് തിരശ്ശീല വീഴാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ 1 വർഷം മുൻപ് കുഞ്ഞിനെ മറ്റാരോ ദത്തെടുത്ത് കഴിഞ്ഞിരുന്നു. ആർക്കും കൊടുക്കരുത് എന്ന് കർശനമായി വിലക്കിയിരുന്നതാണ് ഞാൻ. എന്തുകൊണ്ട് അവരത് ചെയ്തു എന്ന് ഞാൻ തിരക്കി.
ഇവിടെ എത്തുന്ന കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കും. ആ കുട്ടിയെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്ന ഒരു കൂട്ടരാണ് ദത്തെടുക്കാനായി വന്നത്. മറ്റു പല കുഞ്ഞുങ്ങളെയും കാണിച്ചു കൊടുത്തെങ്കിലും അവർക്ക് ഈ കുഞ്ഞ് മാത്രം മതിയെന്ന് വാശി പിടിച്ചു. അവരുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വച്ചിട്ടാണ് അവർ കുഞ്ഞിനെ ദത്തെടുത്തത്. ആരാണ് ദത്തെടുത്തതെന്ന ചോദ്യത്തിന് അത് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്നാണ് അവർ പറഞ്ഞത്. കുഞ്ഞ് നഷ്ടപ്പെട്ടതോർത്ത് കരയുന്ന ലക്ഷ്മിയെ ആശ്വസിപ്പിക്കാൻ എനിക്ക് വാക്കുകളില്ലായിരുന്നു. എൻ്റെ കഴിവ് വെച്ച് ആ കുഞ്ഞിനെ ഞാൻ അന്വേഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിരാശയായിരുന്നു ഫലം. 4-5 മാസമെടുത്തു അവളിലെ വിഷമം ഒന്ന് മാറിക്കിട്ടാൻ. യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് അവൾ കുറേയൊക്കെ വേദന മറന്നതായിരുന്നു. പെട്ടെന്നൊരു ദിവസമാണ് അവൾ എന്നോട് പോലും മിണ്ടാതെയായത്. എന്തു ചോദിച്ചാലും ദേഷ്യപ്പെടും. എന്നെ വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കൊള്ളാം എന്ന് പോലും അവൾ എന്നോട് പറഞ്ഞു. അവസാനം 1ഉം 2ഉം പറഞ്ഞ് ഞങ്ങൾ വഴക്കായി. 10 വർഷങ്ങൾ ഞങ്ങൾ ആ വഴക്കുമായി ഒരേ വീട്ടിൽ കഴിഞ്ഞു. പരസ്പരം മിണ്ടാതെ അന്യരെ പോലെ കഴിഞ്ഞ 10 വർഷങ്ങൾ. പെട്ടെന്നൊരു ദിവസം അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്തിനായിരുന്നു ആ ഇറങ്ങിപ്പോക്കെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് മുൻപിൽ ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്കും കഴിഞ്ഞില്ല. പിന്നീടാണ് അറിഞ്ഞത് അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഒരു വണ്ടിക്ക് മുന്നിൽ ചാടിയെന്നും ഏതോ അഗതി മന്ദിരത്തിൻ്റെ ഭാരവാഹികൾ വന്നവളെ ഏറ്റെടുത്തെന്നും. എനിക്കെന്തോ വല്ലാത്ത ദേഷ്യം തോന്നി. ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ വേദന. അവൾ അവിടെ സുരക്ഷിതയാണെന്ന അറിവിൽ പിന്നെ ഞാൻ അവളെ തേടിപ്പോയില്ല. അവൾക്ക് അവിടെ നിൽക്കുമ്പോൾ സന്തോഷവും സമാധാനവും കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് ഞാനും മനസ്സിലോർത്തു. എന്നാലും എന്നിൽ നിന്നും ഇറങ്ങിപ്പോകാൻ അവൾക്കൊരു കാരണം വേണ്ടേ? അതെന്തായിരിക്കുമെന്ന് ഞാൻ പലകുറി ചിന്തിച്ചു. അവളുടെ അലമാരയെല്ലാം ഞാൻ പലവട്ടം ചെക്ക് ചെയ്തു. എന്തെങ്കിലും ഒരു തുമ്പ് എവിടെ നിന്നെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ആ തെളിവ് എനിക്ക് കിട്ടി, അവളുടെ ഡയറിയുടെ രൂപത്തിൽ. അങ്ങനെയാണ് ഞാൻ അയാളിലേക്ക് എത്തുന്നത്. ലക്ഷ്മി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിനും അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനും എല്ലാമുള്ള മറുപടി ആ ഡയറിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അവളുടെ കുഞ്ഞിനെ ദത്തെടുത്തത് ആരാണെന്ന് ഞാൻ അറിയുന്നത്. അയാളുടെ സ്വത്തുവകകളെല്ലാം ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് അയാൾ മാതൃകയായതോർത്ത് അന്നൊക്കെ ഞാൻ കാണാത്ത അയാളോട് എനിക്ക് ആദരവ് തോന്നിയിരുന്നു. എന്നാൽ ആ ഡയറിയിലൂടെയാണ് ഞാൻ ചില സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. അയാളുടെ ലക്ഷ്യം ആ കുഞ്ഞിലൂടെ ലഭിക്കുന്ന കീഴത്തൂർ തറവാടിൻ്റെ 25% സ്വത്തായിരുന്നു. എന്നാൽ ആ സ്വത്ത് ലഭിക്കണമെങ്കിൽ ലക്ഷ്മി മരിക്കണമെന്നതും അനിവാര്യമായിരുന്നു. അതിനുവേണ്ടിയാണ് അയാൾ ആ കൃത്യം ചെയ്തത്. കുഞ്ഞിൻ്റെ 25% വരുന്ന സ്വത്ത് മാത്രമായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. ആ കൊലപാതകം ആനന്ദ് ഗംഗാധറിലേക്ക് ഇടുമ്പോൾ അപമാനഭീതിയാൽ അയാളെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കണമെന്നും ശേഷിച്ച 75% സ്വത്തും കൈക്കലാക്കണമെന്നും അയാൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അയാളുടെ ബ്രെയിൻ നന്നായി വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായി എല്ലാ തെളിവും ആനന്ദ് ഗംഗാധറിലേക്ക് എത്തി. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആനന്ദിനൊരു പ്രണയമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും അറിയാത്ത പ്രണയം. അവനവളെ പ്രണയിച്ചത് സത്യസന്ധമായിട്ടായിരുന്നു. ഒരു ദിവസം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഹോസ്റ്റലിൽ നേരം വൈകിയെത്തിയ അവർ കണ്ടത് ആ പെൺകുട്ടിയുടെ അമ്മയെയും ബന്ധുക്കളെയുമാണ്. അവൾക്കിനി ഇങ്ങനെ ഒരു മകളില്ലെന്നും പറഞ്ഞ് ആ രാത്രിയിൽ കൈയൊഴിഞ്ഞു പോയി. ആനന്ദ് അവരെ അവൻ്റെ തന്നെ എസ്റ്റേറ്റിലെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. നിയമപ്രകാരം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണമെന്നും അവളെ നന്നായി നോക്കണമെന്നും അവൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവിടെയും ആ ദുഷ്ടൻ കയറി കളിച്ചു. പഠനം കഴിഞ്ഞതും അവൻ കൂട്ടുകാരുമായി ഒരു ടൂർ പോയി. തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച അവൻ്റെ തന്നെ മറ്റൊരു കൂട്ടുകാരനെ ഭാര്യ കുത്തി കൊലപ്പെടുത്തിയതാണ്. ഇടയ്ക്കു നിന്ന് കളിക്കുന്ന ഈ കഥയിലെ വില്ലൻ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞിരുന്നു ആ കൂട്ടുകാരനെ. ആനന്ദ് മനഃപൂർവ്വം മാറി നിന്നാണെന്നും നിന്നെ അവൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞുവെന്നും അവൻ അവളെ ധരിപ്പിച്ചു. പിന്നീടുണ്ടായ പിടിവലിക്കിടയിലാണ് ആ കൊലപാതകം നടന്നത്. ആ സമയത്ത് ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. എല്ലാം ഞാൻ ചെയ്തോളാമെന്നും അവളെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഇടയിലെ വില്ലൻ കളിച്ചു. സത്യം പറഞ്ഞ ആനന്ദ് അവനെ വിശ്വസിച്ചു എന്നതാണ് വാസ്തവം. വില്ലൻ്റെ നിർദ്ദേശപ്രകാരം ആനന്ദ് ബാംഗ്ലൂരിലേക്ക് പോയി. വളരെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴേക്കും കാര്യങ്ങളെല്ലാം ആനന്ദിൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയിരുന്നു. സ്വയം കുറ്റമേറ്റെടുത്ത് ശിക്ഷ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു ആ പെൺകുട്ടി. പലതവണ ആനന്ദ് ജയിലിൽ ചെന്ന് അവളെ കാണാൻ ശ്രമിച്ചെങ്കിലും തനിക്കാരെയും കാണാനില്ലെന്നും പറഞ്ഞ് അവൾ അത് നിരസിച്ചു. ജയിലിൽ വച്ചൊരു കുഞ്ഞിന് ജന്മം നൽകിയ അവൾ തൻ്റെ കുഞ്ഞിനെ നോക്കാൻ തനിക്ക് ബന്ധുക്കളാരുമില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആർക്കോ ദത്ത് നൽകി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പെൺകുട്ടിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. അയാൾ പറഞ്ഞു നിർത്തി, ഒന്ന് ചോദിച്ചോട്ടെ മിസ്റ്റർ ലക്ഷ്മൺ പോറ്റി, ആനന്ദ് മരണപ്പെട്ടു പോയ ഈ സ്വത്തുക്കൾ എങ്ങനെ നിങ്ങൾ പറയുന്ന വില്ലൻ്റെ കൈകളിലെത്തും? അങ്ങനെ കിട്ടണമെങ്കിൽ അയാളും ആനന്ദും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കണ്ടേ? സിഐയുടെ ചോദ്യം കേട്ടതും ലക്ഷ്മണൻ പോറ്റി ഒന്ന് പുഞ്ചിരിച്ചു. ബന്ധമുണ്ടല്ലോ. ആരാണയാൾ?
ഗംഗാധരൻ പോറ്റിയുടേതായിരുന്നു ആ ചോദ്യം. അതിനുത്തരം പറയുന്നതിന് മുമ്പ് മിസ്റ്റർ കൃഷ്ണമൂർത്തി അയാളിലേക്ക് എങ്ങനെ എത്തിയെന്ന് ഒന്ന് പറയൂ. ലക്ഷ്മണൻ പോറ്റി കൃഷ്ണമൂർത്തിയെ നോക്കി. ഞാനല്ല അയാളിലേക്ക് എത്തിയത്, ദേ ഇവളാണ്, അഗ്നിമിത്ര. ഇവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. ഇവൾ എങ്ങനെയാണ് അയാളെ മനസ്സിലാക്കിയതെന്ന് അഗ്നിമിത്ര തന്നെ പറയും. എല്ലാവരും അഗ്നിമിത്രയുടെ വാക്കുകൾക്കായി കാതുകൾ കൂർപ്പിച്ചു.